ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ഡെക്കറേഷന്റെ പാർട്ട് 2 നമുക്ക് കാണണ്ടേ? പാർട്ട് 1 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. പലരും പേഴ്സണലി ആയിട്ടാണെങ്കിലും അതുപോലെ കമന്റ് ബോക്സിലാണെങ്കിലും എന്നെ അറിയിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പൊ നമുക്ക് പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒന്നിച്ചെടുത്ത വീഡിയോ ആണ് പാർട്ട് 1 പാർട്ട് 2 ആക്കിയത്. വീഡിയോയുടെ ലെങ്ത് കൂടി നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് പാർട്ട് 1ന്റെ ചെറിയൊരു വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. വീഡിയോ കണ്ടോ? അപ്പൊ നമുക്ക് പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പാർട്ട് 1 കണ്ടിട്ടേ ഈ വീഡിയോ കാണാവുള്ളൂ. കാരണം ഹോം ടൂർ ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ഹോം ടൂർ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്ന് ഞാൻ മുമ്പ് ഓർഡർ ചെയ്തിരുന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുമായിട്ടും കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഇതുപോലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആക്കി അവർ തരും. നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുത്താൽ മതി. അങ്ങനെ അതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാൻ പോവാണ് ഫ്രിഡ്ജിലേക്ക്. ഫസ്റ്റ് വെക്കുന്നത് ഫെൽറ്റ് ഷീറ്റ് വെച്ച് ഞാൻ തന്നെ ചെയ്തെടുത്ത ഒരു മാഗ്നറ്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ജിഞ്ചർ ബ്രെഡ് മാനയൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുവാണ്. നെക്സ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ബാർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടേക്ക് നമ്മൾ കുറച്ച് ക്രിസ്മസ് തീമിലുള്ള കപ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടു. ജിംഗിൾ ബെൽസിന്റെ ഒരു റീത്തും ഒക്കെ ഹാങ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യുവാണ്. ഈ ജിഞ്ചർ ബ്രെഡ് ഹൗസ് കണ്ടോ? ഇത് കളർഫുൾ ആയിട്ടുള്ള ഹൗസിനെ സ്പ്രേ പെയിന്റ് ചെയ്ത് ജിഞ്ചർ ബ്രെഡ് സ്റ്റൈലിലേക്ക് മാറ്റിയതാണ് ഞാൻ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഹാൻഡ് എംബ്രോയിഡറി ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്തു. അത് കട്ട് ചെയ്തിട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലോത്തിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഹാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ചില സമയങ്ങളിൽ എനിക്ക് മിഷൻ സ്റ്റിച്ചിനേക്കാൾ എനിക്ക് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിന്റെ മുകളിലായിട്ട് ഇങ്ങനെ നമ്മൾ റാപ്പ് ചെയ്ത് കൊടുത്തു. അതും അവിടെ വെച്ചു. ഇനി ചെറിയ ചെറിയ ക്രിസ്മസ് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ കിച്ചണെ ഇങ്ങനെ ഭംഗിയാക്കി എടുക്കുവാണ്. ഈ വുഡൻ സ്പൂൺസ് കണ്ടോ? അത് വുഡ്സ്ബർഗ് എന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് പെപ്പർ സോൾട്ട് ആണ്. ഇവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റ്സ് മാറ്റിയിട്ട് ക്രിസ്മസ് തീമിലുള്ള പ്ലേറ്റ്സും ഈ വുഡൻ ഡെക്കർ കണ്ടോ? അത് ഞാൻ ചെയ്തെടുത്തതാണ്. ഈ ഓപ്പൺ ഷെൽഫിനെ എല്ലാ സീസൺ അനുസരിച്ച് ഞാൻ ഇങ്ങനെ ഡെക്കറേഷൻസ് മാറ്റി മാറ്റി വെക്കാറുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഈ ഭാഗം ഞങ്ങൾ ഇങ്ങനെ ഓപ്പൺ ഷെൽഫ് ആക്കി മാറ്റിയത്. അങ്ങനെ ക്രിസ്മസ് തീമിലേക്ക് ഈ ഷെൽഫിനെ മാറ്റിയെടുക്കുവാണ്. ഇതൊരു ടീ കോഫി സ്റ്റേഷൻ പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ക്രിസ്മസ് ട്രീ,
ഷേപ്പിലുള്ള ക്യാൻഡിൽസും ഒക്കെ വെച്ച് അവിടെ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തു. ഇനി ഈ ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു വിന്റർ വില്ലേജ് പോലെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ചെറിയ ചെറിയ ഹൗസുകളൊക്കെ വെച്ച് റെയിൻഡിയേഴ്സിനെയൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുവാണ്. ഇനി സ്നോമാന്റെ ഹാൻഡ് വാഷ് ഡിസ്പെൻസറും ഒക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ കിച്ചൺ മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുത്തു. നമ്മൾ ബെഡ്റൂംസുകൾ കാണാൻ പോവാണ്. ഫസ്റ്റ് ആയിട്ട് മാസ്റ്റർ ബെഡ്റൂം ആണ്. അവിടെ ഒരു ഇതുപോലെ ചെറിയൊരു ക്രിസ്മസ് ട്രീത്ത് ഹാങ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ക്രിസ്മസ് തീമിലുള്ള ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചു കൊടുക്കുവാണ്. അതുപോലെ ഇവിടുത്തെ സൈഡ് ടേബിളില് ക്രിസ്മസ് ട്രീ ഷേപ്പിലുള്ള വുഡൻ ഡെക്കറൊക്കെ വെച്ച് അവിടെ ഫെയറി ലൈറ്റ്സും ഒക്കെ വെച്ച് കൊടുത്ത് പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. നമ്മുടെ കപ്പിൾസിന്റെ ഒരു ക്യൂരിയോസ്. അങ്ങനെ സൈഡ് ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. ഈ റീത്ത് കണ്ടോ, ഇത് എല്ലാ വർഷവും ഇതിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതിലെ ഡെക്കറേഷൻസ് ഇപ്രാവശ്യം പൈൻ കോൺസും ബെറീസും സിനമൺ സ്റ്റിക്സും ഒക്കെ വെച്ച് കൊടുത്ത് ആണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിങ്സ് ഞാൻ മുമ്പ് ചെയ്തെടുത്തതാണ്, ക്രൂഷ്യ ചെയ്തെടുത്തതാണ്. ഈ റൂമിൽ ഇങ്ങനെ ഒരു ഡോറിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു വാർഡ്രോബും കൂടെ ഉണ്ട്. അവിടെയും ചെറിയ ചെറിയ എലമെന്റ്സ് ആഡ് ചെയ്ത് ക്രിസ്മസ് തീം കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മക്കളുടെ റൂമിലേക്ക് കയറുവാണ്. അല്ലൂസിന്റെ അച്ചൂസിന്റെ റൂമിലേക്കാണ് ഫസ്റ്റ് കയറുന്നത്. ബെറീസും അതുപോലെ സിനമൺ സ്റ്റിക്സും ഒക്കെ വെച്ചിട്ട് ഒരു ബൊക്കെ പോലെ ചെയ്തെടുത്താണ് ഈ ഡോറിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ റൂമിലും നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ ഡെക്കർ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തെടുത്ത ആ ഡെക്കറാണിത്. അങ്ങനെ ഈ റൂമും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അപ്പൂസിന്റെ റൂമിലേക്ക് കയറുവാണ്. ഇവിടെ
ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് റൂം ആയതുകൊണ്ട് തന്നെ ബ്ലൂ റിബൺസ് ഒക്കെയാണ് ഈ റീത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ തനിയെ ചെയ്തെടുത്തതാണ്. ഈ റൂമിലും ചെറിയ ചെറിയ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഷെൽഫില്. ഈ ട്രീ ഓർക്കുന്നോ? പണ്ട് വുഡ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ദുബൈ വെച്ചുള്ള വീഡിയോസിൽ ക്രിസ്മസ് ട്രീ തന്നെയാണ്. ആ ഹൗസും വുഡ് ഒട്ടിച്ച് ചെയ്തെടുത്തതായിരുന്നു. അങ്ങനെ ഈ റൂമിന്റെ അറേഞ്ച്മെന്റ്സും ഒക്കെ കഴിഞ്ഞു. ഇത് ഗസ്റ്റ് റൂമാണ്. ഈ ഗസ്റ്റ് റൂമിലും ഒരു റെഡ് ആൻഡ് വൈറ്റ് ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ വിരിച്ചു. ഇതിന്റെ സൈഡ് ടേബിളിലും കുറച്ച് ക്രിസ്മസ് തീമിലുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തു. മിററിന്റെ ടോപ്പിലും കുറച്ച് ക്രിസ്മസ് ടച്ചസ് ഒക്കെ കൊടുത്തു. ഈ വേസ് കണ്ടോ? ഈ വേസിൽ ഡെക്കോ ആർട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. ഇവിടെയും റെയിൻഡിയറിനെയും അതുപോലെ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള 2 ക്യാൻഡിൽസും ഒക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഇവിടം സെറ്റ് ചെയ്തെടുത്തു. ബാൽക്കണിയും ഒക്കെ ഡെക്കറേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ വീടിനെ കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്മസ് തീമിലേക്ക് സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ക്രിബിന്റെ സെറ്റിങ്സും അതുപോലെ ക്രിസ്മസ് ഡേയിലുള്ള കാര്യങ്ങളും ഒക്കെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അറിയില്ല നടക്കുമോ എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സുകൾ എന്നെ അറിയിക്കുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.